തവണ സൂറത്തുൽ ഇഖ്ലാസ് ആത്മാർത്ഥമായി ഓതിയാൽ നീ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ പാരായണം ചെയ്ത കൂലിയാണ്, ഖത്ം തീർത്ത കൂലിയാണ്. ഖുർആനിന്റെ ആദ്യം മുതൽ അന്ത്യം വരെ ഓതിയ പാരായണം ചെയ്ത പ്രതിഫലം ഈ അധ്യായം 3 തവണ ഓതുന്നതിലൂടെ ലഭ്യമാക്കാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേതാണ് സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതിൽ 3 തവണ ഓതിയാൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ 114 അധ്യായം ഓതിയ കൂലി അവന് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഫാത്തിഹ ഓതിയാലുള്ള കൂലി സൂറത്തുൽ ഇഖ്ലാസിന് ലഭിക്കുന്നു. അൽ ബഖറ ഓതിയ കൂലി സൂറത്തുൽ ഇഖ്ലാസിലൂടെ ലഭ്യമാക്കുന്നു. ഖൽബുൽ ഖുർആനായ ഖുർആനിന്റെ ഹൃദയമായ മനുഷ്യ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതുമായ സൂറത്തുൽ യാസീൻ ഓതിയ കൂലി സൂറത്തുൽ ഇഖ്ലാസിലൂടെ ലഭ്യമാകുന്നു. ഇബ്രാഹിമായാലും അന്നിസാ ആയാലും ആലു ഇമ്രാൻ ആയാലും അൽ-മുൽക്ക് ആയാലും അസ്-സജ്ദയായാലും ഏത് ഖുർആനിലെ 114 സൂറത്തും ഓതിയ കൂലിയാണ്. അതുകൊണ്ട് ഈ അറഫ രാവിൽ നാം തീരുമാനിക്കുക, ഉറങ്ങുന്നതിന്റെ മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് ഒരു 3 തവണ ഓതുമെന്ന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തെ കാര്യമാണ് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത്, ഹജ്ജ് ഉംറയും ദിവസം ചെയ്ത് ഉറങ്ങുക. അതെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈദാ ഖുൽതി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഫഖദ് ഹജ്ജതി വഇതബതി. ആയിഷ പറഞ്ഞ നേരത്തെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ഒരൊറ്റ ദിക്ർ ഒരു തവണ ചൊല്ലിയാൽ ഫഖദ് ഹജ്ജതി, മാത്രമല്ല വഇതബതി, നീ ഹജ്ജ് ചെയ്തവളായി, നീ ഉംറ ചെയ്തവളായി. അപ്പൊ ഒരു ഹജ്ജ് ഉംറയും ചെയ്ത കൂലി കിട്ടുന്ന ദിക്റാണ് ഇത്. സുബ്ഹാനല്ലാഹ് ചൊല്ലേ, വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആകെ അറഫ രാവിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 4 കാര്യം ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ചെയ്യണം. 1 സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതുക. 2 നബിക്ക് മുമ്പേ കടന്നുപോയ അംബിയാ മുർസലീങ്ങളുടെ പേരിലും സ്വലാത്ത് ചൊല്ലണം. 3 നബിക്ക് മുമ്പേ കഴിഞ്ഞു പോയവരുൾപ്പെടെ ഇനി ഈ ലോകത്ത് ജനിക്കാനുള്ളവർ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുറങ്ങണം. അവരുടെ പൊരുത്തവും പ്രാർത്ഥന എങ്ങനെയാ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. എങ്ങനെയാണ് സ്വലാത്ത്? അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. ഇനി 4ാമത്തെ കാര്യം, ദിവസവും ഹജ്ജും ഉംറയും ചെയ്തുകൊണ്ട് ഉറങ്ങുക. അതെങ്ങനെയാ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹു ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.